നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. കരൂരിൽ 41 പേരുടെ മരണത്തിന് കാരണമായ റാലി സംഘടിപ്പിച്ച തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് വിജയ് അഴിക്കുള്ളിലേക്ക് എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. വിജയെ പ്രതിയാക്കി തമിഴ്നാട് പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതുമാത്രമല്ല, വിജയുടെ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർ മരിച്ച ഈ സംഭവത്തിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തമിഴക വെട്രിക്കഴകത്തിന്റെ നിയമവിഭാഗം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ശനിയാഴ്ച രാത്രിയോടെ ഉണ്ടായ ഈ ദുരന്തത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 41 പേരാണ് മരണപ്പെട്ടത്. 60ഓളം പേർ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ഇതിനിടെ വിജയ്ക്കെതിരെ നിരവധി പോസ്റ്ററുകളാണ്, അതായത് കൊലയാളിയായ വിജയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട പോസ്റ്ററുകൾ ഇപ്പോൾ കരൂർ നഗരത്തിലാകെ പതിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ചോരപുരണ്ട കൈയുമായി നിൽക്കുന്ന വിജയുടെ ചിത്രത്തോടുള്ള പോസ്റ്ററാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. വിജയ്ക്കെതിരായ പോസ്റ്ററുകൾക്ക് പിന്നിൽ DMKയും സെന്തിൽ ബാലാജിയുമാണ് എന്ന് തന്നെയാണ് TVK ഇപ്പോൾ ആരോപിക്കുന്നത്. അതേസമയം കോടതിയുടെ നിർദ്ദേശം വന്നിട്ടില്ല എങ്കിൽ പോലും കേസ് എടുക്കാമെന്ന് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രി MK സ്റ്റാലിനെ അറിയിച്ചിരിക്കുന്നത്. അതായത് വിജയ്ക്ക് നേരെ അറസ്റ്റ് ഉണ്ടായാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കം തന്നെ പോലീസ് നടത്തുകയാണ്. ഇപ്പോൾ വിജയ്ക്കെതിരെ കേസെടുത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമെന്നുള്ള നിയമ ഉപദേശവും മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. വിജയുടെ വീട്ടിലേക്ക് വിദ്യാർത്ഥികൾ പ്രകടനമടക്കം നടത്തിയിരിക്കുകയാണ്. അറിവഴകന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷകർ ഞായറാഴ്ചയാണ് ജസ്റ്റിസ് M ദണ്ഡമാണിക്ക് മുമ്പാകെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതായത് ഈ കേസ് CBIക്കോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനോ കൈമാറി സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് TVK ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കേസ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 വാദം കേൾക്കുന്നതിനായി ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതേസമയം വിജയ് കടുത്ത ഞെട്ടലിലാണെന്നും ദുരന്തത്തിന് പിന്നാലെ അദ്ദേഹം ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചിട്ടില്ല എന്നാണ് അണികൾ പറയുന്നത്. വിജയ്ക്ക് ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ സുരക്ഷാ പരിശോധന നടത്തിയതായിട്ടും പോലീസ് അറിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നീലാങ്കരയിലെ വസതിയിൽ പോലീസ് നായ്ക്കളെയും ബോംബ് സ്ക്വാഡിനെയും ഒക്കെ വിന്യസിച്ചിരിക്കുകയാണ്. കൂടാതെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് 15-ലധികം ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് നിലവിലുള്ള സുരക്ഷാ വലയം ശക്തിപ്പെടുത്തിയെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു. ഭീഷണി സന്ദേശത്തെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തിവരികയാണ്. ഇതിനിടെയാണ് വിജയ് ഉടൻ അറസ്റ്റിലാകുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നത്.